തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തലസ്ഥാനത്തെ വോട്ടർ പട്ടികയിലും തട്ടിപ്പ്. പല വാർഡുകളിലും ജനസംഖ്യയെക്കാളും കൂടുതൽ വോട്ടർമാരുണ്ട്. വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുകൾ ഉണ്ടായിട്ടും നടപടിയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതിയുമായി BJP രംഗത്തെത്തി. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തലസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കണക്കുകൾ സഹിതമാണ് BJP പുറത്തു കൊണ്ടുവരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. എന്തായാലും ഇതിന്മേലൊരു തുടർ നടപടി നമുക്ക് എങ്ങനെ പ്രതീക്ഷിക്കാം? രോഹിണി, വലിയ ക്രമക്കേട് തന്നെയാണ് കേരളത്തിൽ ഈ പറയുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് നടപടികളുമായി ബന്ധപ്പെട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടികളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് BJP ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അത് രീതിയിലുള്ള വിമർശനങ്ങളും വളരെ ശക്തമായിരുന്നു. എന്തായാലും ഇതിൻ്റെ കണക്കുകൾ സത്യം പറഞ്ഞാൽ വളരെ ഞെട്ടിക്കുന്നതാണ്. ഇപ്പോൾ ക്രമക്കേടുകൾ എന്ന് പറയുമ്പോൾ ഒരേ ഐ ഡി കാർഡിലുള്ള നമ്പറിൽ ഒന്നിലധികം വോട്ടർമാരുണ്ട്. ഒരേ വ്യക്തിക്ക് ഒരേ ID നമ്പറിൽ ഒന്നിലധികം വോട്ടുകളുണ്ട്. ഇപ്പോൾ വീടും അഡ്രസ്സും അതുപോലെ തന്നെ രക്ഷകർത്താവിൻ്റെയൊക്കെ പേരുമൊക്കെ ഒന്ന് തന്നെയായിട്ടുള്ള നിരവധി വോട്ടർമാർ അങ്ങനെ ഉണ്ട്. അങ്ങനെ വ്യാപകമായ ക്രമക്കേടുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വോട്ടർ പട്ടികയിലും ഉണ്ട് എന്നുള്ളതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ BJP ഉന്നയിച്ച വിഷയങ്ങളടക്കം ഈ ഘട്ടത്തിൽ ചർച്ചയാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. നമ്മൾ ഈ കഴിഞ്ഞ കുറേ ദിവസമായി തെരഞ്ഞെടുപ്പ് നടപടികളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയുടെ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. പലർക്കും അതിൽ പേര് പുതിയതായി ചേർക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. സമയപരിധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴും ആയിരങ്ങൾ പുതിയ പേരുകൾ ചേർക്കാൻ കഴിയാതെ നിൽക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഒടുവിൽ ഇത് നീട്ടി നൽകുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം നീട്ടി നൽകുന്ന രീതിയിലേക്ക് പോകുന്നത്. അതേസമയം തന്നെയാണ് അതിലുള്ള ക്രമക്കേടുകൾ വ്യാപകമായി ഇങ്ങനെ പുറത്തു വരുന്നത്. അത് ഇപ്പോൾ കേരളത്തിൽ അത് കണക്കെടുക്കുമ്പോൾ അതിൻ്റെ ലക്ഷത്തോളം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി മനസ്സിലാക്കുന്ന കാര്യം. അവിടെയും തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെയുള്ള പ്രദേശങ്ങളിൽ വ്യാപകമായ രീതിയിൽ ഈ ക്രമക്കേടുകൾ അല്ലെങ്കിൽ ഈ പോരായ്മകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് ഒരു കണക്കിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം 7316 ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നുള്ളതാണ് ആരോപണം. അതോടൊപ്പം ഈ സംസ്ഥാനത്താകെ ഏതാണ്ട് 2,77,073 വോട്ടർമാർ ഇത്തരത്തിലുണ്ട് എന്നുള്ളതും ഈ രീതിയിൽ ആരോപണമായി ഉന്നയിക്കപ്പെടുന്നുണ്ട്. തിരുവനന്തപുരം നെടുങ്കാട് വാർഡിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 8,307 പേരാണ്. എന്നാൽ വോട്ടർമാരുടെ എണ്ണം 8,411. ഇതാണ് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയ ജനസംഖ്യയെക്കാളും കൂടുതൽ വോട്ടർമാരുള്ള ചില വാർഡുകൾ തിരുവനന്തപുരത്തുണ്ട് എന്നുള്ളത്. ഇത് തിരുവനന്തപുരത്ത് മാത്രം ഒരു സാഹചര്യമല്ല. ഇപ്പോൾ നമ്മൾ മറ്റ് ജില്ലകളിലോ അല്ലെങ്കിൽ മറ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റ് മേഖലകളിലും ഈ സമാനമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇനി തിരുവനന്തപുരത്തെ മറ്റ് വാർഡുകളിലെ കണക്കുകളിലേക്ക് കൂടി നമുക്കൊന്ന് പോകാൻ കഴിയും. ഇപ്പോൾ നെടുങ്കാട് വാർഡിലെ കണക്ക് നമ്മൾ പറഞ്ഞു. വിഴിഞ്ഞം വാർഡിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 8,617 പേരാണ്. എന്നാൽ വോട്ടർമാരാകട്ടെ അവിടെ 12,003 പേരാണ്. പൂന്തുറ വാർഡിലെ ജനസംഖ്യ 8,834 വോട്ടർമാരാകട്ടെ അതിൻ്റെ ഇരട്ടിക്കടുത്ത്, അതിൻ്റെ 14,460 പേരെത്തുന്നു. ഭീമാപ്പള്ളി വാർഡിലെ ജനസംഖ്യ 9,875 അവിടുത്തെ വോട്ടർമാർ എന്നുള്ളത് 16,658 പേരാണ്. അപ്പോൾ വ്യാപകമായ ക്രമക്കേട് സംസ്ഥാനത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഈ വോട്ടർ പട്ടികയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ശബ്ദിക്കുന്ന തെളിവുകൾ തന്നെയാണ് ഈ കണക്കുകൾ. അപ്പോൾ ഇതിലുണ്ടായിട്ടുള്ള ഈ തിരിമറിക്ക് മുന്നിൽ ഉത്തരവാദിത്തം ആരാണ് വഹിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് അതിന് പിന്നിൽ എന്നുള്ളതൊക്കെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വ്യാപകമായ കൃത്യമായ വിമർശനവുമായി BJP രംഗത്തെത്തിയിട്ടുണ്ട്. BJP ആണ് ആദ്യം ഈ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെ ഡീലിമിറ്റേഷൻ പ്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും BJP കൃത്യമായ വിമർശനമുയർത്തി രംഗത്ത് വന്നിരുന്നു. CPM-നെ സഹായിക്കാൻ വേണ്ടിയുള്ള ഈ വാർഡുകളുടെ വിഭജനമൊക്കെ നടക്കുന്നത് എന്ന രീതിയിലുള്ള വിമർശനം അന്ന് BJP ഉയർത്തിവിട്ടിരുന്നു. സമാനമായ നിലപാടുകളാണ്, അല്ലെങ്കിൽ അന്ന് BJP ഉയർത്തിയ ആരോപണങ്ങൾക്ക് പല തെളിവുകളും ഉണ്ടായിരുന്നു. കാരണം ഒരേ വാർഡിൽ ഒരേ സ്ഥലങ്ങൾ പല വാർഡുകളിൽ ഉൾപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെ വ്യാപകമായ ക്രമക്കേടുകൾ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ആ ക്രമക്കേടുകളൊക്കെ പുറത്തു കൊണ്ടുവന്നത് BJP-യാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഏറ്റവും പുതിയതായി ഈ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ഇരട്ടി വോട്ടുകളും ക്രമക്കേടുകളുമൊക്കെ കണ്ടെത്തിയിരിക്കുന്നതും അത് പുറത്തു വരുന്നതും. ഇതിലെന്ത് നടപടി ഉണ്ടാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതുമാണ്. രോഹിണി. ശരി പ്രജിത്ത്, തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തലസ്ഥാനത്തെ വോട്ടർ പട്ടികയിലും തട്ടിപ്പ്. പല വാർഡുകളിലും ജനസംഖ്യയെക്കാളും കൂടുതൽ വോട്ടർമാരുണ്ട്. എന്തായാലും ഇതെല്ലാം ചൂണ്ടിക്കാട്ടി പരാതി നൽകി BJP രംഗത്തെത്തിയിട്ടുണ്ട്. പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.